നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ BS നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രോസസിനെ കുറിച്ചും അതുപോലെ തന്നെ LBS കൂടാതെ നിരവധിയായിട്ടുള്ള വരുന്ന അസോസിയേഷനുകളെ പറ്റിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ നിരവധിയായിട്ടുള്ള അസോസിയേഷനുകൾ ഉണ്ടെങ്കിലും ആർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്, ഏതൊക്കെ റിസർവേഷനുകൾ ബെനിഫിറ്റുകളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ LBSന്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ LBSല് മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് അഡ്മിഷൻ പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റാങ്ക് ലിസ്റ്റുകൾ തയ്യാറെടുക്കുകയും അതുപോലെ തന്നെ അതിനനുസരിച്ചായിരിക്കും നമുക്ക് അഡ്മിഷൻസ് ലഭിക്കുകയും ചെയ്യുക. LBS വഴി നമ്മൾ അഡ്മിഷൻസിന് വേണ്ടി നോക്കിയാൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ ലഭിക്കുന്ന റിസർവേഷൻസ് ഏകദേശം 50% റിസർവേഷൻസ് ആണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10% SC ST സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഏകദേശം 30% വരുന്നത് നിരവധിയായിട്ടുള്ള ഇപ്പം ഈഴവ, മുസ്ലിം അങ്ങനെയുള്ള പല പല ഡിവിഷൻസ് അല്ലെങ്കിൽ പല പല റിസർവേഷൻ കാറ്റഗറിക്കും 10% EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുമുള്ള സീറ്റുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50% സീറ്റുകളാണ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വരുന്ന 50%ത്തിലേക്കാണ് നമുക്ക് ജനറൽ മെറിറ്റ് വഴി ഈ പറയുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് ലഭിക്കുക. ഇവിടെ കാണുന്നത് പോലെ തന്നെ ഓരോ റിസർവേഷൻ കാറ്റഗറിക്ക് ഇപ്പം SC നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8% റിസർവേഷൻസ് ആണ്. STയിലാണെങ്കിൽ 2%, അതുപോലെ തന്നെ ഈഴവ കാറ്റഗറിയിലാണ് 9%, മുസ്ലിം ആണെങ്കിൽ 8%. അങ്ങനെ ഓരോ റിസർവേഷൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ EWSന്റെ 10%. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഏകദേശം 50% റിസർവേഷൻ സീറ്റുകളാണ് LBS വഴി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ ലഭിക്കുക. അപ്പോൾ ബാക്കി വരുന്ന 50%ത്തിലേക്കാണ് ജനറൽ കാറ്റഗറിയിൽ വഴി നമ്മൾ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. അതുപോലെ നമ്മൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന LBS സീറ്റിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 50% വരുന്ന സീറ്റുകളെല്ലാം തന്നെ LBS സീറ്റുകളാണ്. ഈ വരുന്ന LBS സീറ്റുകളിൽ ഏകദേശം 60% സീറ്റുകളാണ് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്മിഷൻസ് ലഭിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് EWSന്റെ റിസർവേഷൻസ് ഇവിടെ ലഭിക്കുകയില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അതായത് EWS റിസർവേഷൻസ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളെല്ലാം തന്നെ ഈ വരുന്ന SC ST സ്റ്റുഡൻസിനുള്ള 10%, ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറികളുള്ള 30% അതുപോലെ തന്നെ ആയിരിക്കും നിലനിർത്തിയിരിക്കും. ഇപ്പം ഇതിന്റെ ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 60% സീറ്റുകളിലേക്കാണ് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻസ് ലഭിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, അതായത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ എല്ലാ 100% സീറ്റുകൾ, അതായത് എല്ലാ സീറ്റുകളും LBS അലോട്ട്മെന്റ് വഴിയാണ് പോകുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗിലുള്ള സിമറ്റ് കോളേജുകളിലും എല്ലാ അലോട്ട്മെന്റുകളും, അതായത് മാനേജ്മെന്റ് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സീറ്റുകൾ, അതായത് LBS സീറ്റുകൾ, അതുപോലെ തന്നെ NRI സീറ്റുകളാണെങ്കിൽ പോലും എല്ലാം LBSന്റെ അലോട്ട്മെന്റ് വഴിയായിരിക്കും നടത്തപ്പെടുന്നത്. അപ്പോൾ സിമറ്റിലും ഈ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ റിസർവേഷൻസ് ക്രൈറ്റീരിയ തന്നെയായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കും, നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി പെടുന്ന കുട്ടികളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LBS വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് കുറച്ചും കൂടെ പോസിബിലിറ്റി ഉണ്ടാവുക. അതിൽ തന്നെ SC ST സ്റ്റുഡൻസിനൊക്കെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഗ്രാന്റ്സ് പോലെയുള്ള ഫീസ് ഇളവുകൾ എല്ലാം ലഭിക്കുന്നതാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഏതാനും ചില കാറ്റഗറി സ്റ്റുഡൻസിന് മാത്രമാണ് ഫീസ് ഇളവുകൾ ലഭിക്കുക. അതായത് SC ST, അതുപോലെ തന്നെ OBH അതർ ബാക്ക്വേർഡ് ഹിന്ദു, പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അങ്ങനെ ഏതാനും ചില കാറ്റഗറി സ്റ്റുഡൻസിന് നിരവധിയായിട്ടുള്ള സ്കോളർഷിപ്പുകൾ, അതായത് ഗ്രാന്റ്സ് പോലെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുന്നതാണ്. അതായത് യാതൊരു ഫീസും, അധികം ഫീസ് നൽകാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലാണെങ്കിൽ പോലും. അതേസമയം മറ്റുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള കുട്ടികൾ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു ഫീസ് തന്നെയായിരിക്കും, യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയുമില്ല. അതേസമയം നമ്മൾ അടുത്തൊരു അസോസിയേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ PNC MAC എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏകദേശം 50ഓളം വരുന്ന കോളേജുകളിൽ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷനാണ് PNC MAC എന്ന് പറയുന്നത്. പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ ആണ്. ഇവിടെ 50% വരുന്ന ഓരോ കോളേജിലുമുള്ള 50% സീറ്റുകൾ ഈ പറയുന്ന മാനേജ്മെന്റ് സീറ്റുകളായിട്ടായിരിക്കും പരിഗണിക്കപ്പെടുക. അവയിൽ തന്നെ ഏകദേശം 15% സീറ്റുകൾ NRI സീറ്റുകളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, PNC MACകൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 10% ബോണസ് മാർക്കുകൾ CBSE ICSE സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 10% ബോണസ് മാർക്കും കൂടി വരുമ്പോൾ നല്ലൊരു മാർക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. റാങ്ക് ലിസ്റ്റുകൾ പരിഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ലഭിക്കും എന്നുള്ളതാണ്. കാരണം 91% മാർക്കോടുകൂടി +2 കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ച് 10% ആഡഡ് ബോണസും കൂടെ വരുമ്പോൾ
ഏകദേശം 100% റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ബെനിഫിറ്റ് ICSE CBSE സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു അസോസിയേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 80 തൊട്ട് 90% സീറ്റുകളും ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി, ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ AIMS-SFNCK വഴി ക്രിസ്ത്യൻ സ്റ്റുഡൻസിനായിരിക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പരിഗണന ലഭിക്കുക. മറ്റുള്ള റിസർവേഷൻ, മറ്റുള്ള ജനറൽ കാറ്റഗറി വിഭാഗത്തിനൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഏകദേശം 10 തൊട്ട് 20% മാത്രമാണ് നിങ്ങൾക്ക് അവിടെ സീറ്റുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾ AIMS-SFNCK വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കോളേജുകളിൽ ലഭിച്ചെന്ന് വരികയില്ല. അല്ലെങ്കിൽ അത്തരം ടോപ്പ് മാർക്കുള്ള കുട്ടികളാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു സാധ്യത ലഭിക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് CPASന്റെ കോളേജുകളാണ്. അപ്പൊ CPASന്റെ കോളേജുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണെങ്കിലും മാനേജ്മെന്റ് സീറ്റിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന എല്ലാ റിസർവേഷൻസും മാനേജ്മെന്റ് സീറ്റിൽ കൊടുക്കുന്ന ഒരേ ഒരു പ്രോസസ്സ് CPAS വഴിയെ മാത്രമാണ്. അപ്പോൾ CPASൽ കൂടെ ഈ പറയുന്ന എല്ലാ റിസർവേഷൻസും ലഭിക്കും. അത് മാത്രമല്ല CPASൽ മാത്രമാണ് NSSനും അതുപോലെ തന്നെ റീജിയണൽ റിസർവേഷൻസ് ലഭിക്കുക. അപ്പൊ NSSനുള്ള ഒരു വെയിറ്റേജ് നൽകുന്നുണ്ട്. അത് കൂടാതെ തന്നെ റീജിയണൽ റിസർവേഷൻസ് ഈ CPAS ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിൽ ഉള്ള കുട്ടികൾക്ക് ഉള്ള നിശ്ചിതമായിട്ടുള്ള സീറ്റുകളും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ റീജിയണൽ റിസർവേഷൻസ് ലഭിക്കുന്ന ഒരേ ഒരു പോസിബിലിറ്റി ഈ പറയുന്ന CPAS വഴി മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കാറ്റഗറി പെടുന്നതാണോ അതുപോലെ തന്നെ ഏതൊക്കെ അസോസിയേഷൻ ആണ് കൂടുതൽ പരിഗണിക്കേണ്ടതെന്നുള്ളത്. കാരണം നമ്മൾ ഓരോ അസോസിയേഷനുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വെവ്വേറെ ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ജനറൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ പറയുന്ന LBSും ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4,000 രൂപയോളം എങ്കിലും ആപ്ലിക്കേഷൻസിന് വേണ്ടി തന്നെ ചെലവിടേണ്ട വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ കോളേജുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് അസോസിയേഷനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LBSൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമായിരിക്കും മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം മറ്റുള്ള മാനേജ്മെന്റ് അസോസിയേഷനിലൊക്കെ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം CPASലാണെന്നുണ്ടെങ്കിൽ +1 +2 മാർക്കിന്റെ ആണ് ഏകദേശം കണക്കുകൾ കൂട്ടുന്നത്. അപ്പൊ ഒരു പക്ഷെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന് മാർക്ക് കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന LBSലായിരിക്കും കുറച്ചും കൂടി പരിഗണന ലഭിക്കുക. അതേസമയം ഇംഗ്ലീഷിലാണ് നല്ലതുപോലെ ടോപ്പ് മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന മാനേജ്മെന്റ് അസോസിയേഷനിലും ഹെൽപ്ഫുൾ ആയിരിക്കും. ചില കുട്ടികളെ സംബന്ധിച്ച് +1ൽ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് +2ൽ അത്ര ഉദ്ദേശിച്ചതനുസരിച്ച് പെർഫോം ചെയ്യാതെ വരുന്ന കുട്ടികളാണെങ്കിൽ +1 മാർക്കും കൂടി ആഡ് ചെയ്യപ്പെടുന്നത് CPAS പോലെയുള്ള അസോസിയേഷനിലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ്, എത്രത്തോളം ഫീസ് നമുക്ക് ഈ പറയുന്ന കേരളത്തിൽ പഠിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ ആകും എന്നുള്ളത്. നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ BSc നഴ്സിംഗിന് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ പഠിക്കണമെങ്കിൽ 23,000-ഓളം രൂപയാണ്, ഏകദേശം 25,000-ന് താഴെയായിട്ടുള്ള രൂപയാണ് നമ്മൾ പ്രതിവർഷം ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. അതേസമയം മറ്റുള്ള സെൽഫ് ഫിനാൻസിംഗിൽ പഠിക്കുന്ന കുട്ടികൾ, അത് LBS വഴി ആയാലും മാനേജ്മെന്റ് സീറ്റ് വഴി ആയാലും ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000-ത്തിനടുത്തോളം ഫീസാണ് പ്രതിവർഷം നമ്മൾ ട്യൂഷൻ ഫീസ് ഇനത്തിലും സ്പെഷ്യൽ ഫീസ് ഇനത്തിലും നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ആകെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചിറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീസും ഹോസ്റ്റലും എല്ലാം ചേർത്ത് ഏകദേശം ഒരു 8.5 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 9 ലക്ഷത്തിന് താഴെയായിട്ട് ഫീസുകളെല്ലാം നിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഈ പറയുന്ന BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ, അത് LBS ആയാലും മാനേജ്മെന്റ് സീറ്റിലേക്കൊക്കെ ആയാലും എല്ലാം തന്നെ ഓൺലൈൻ ആയിട്ടാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ എല്ലായിടത്തും സ്വീകരിക്കേണ്ടതായിട്ട് വരിക. മറ്റൊരു കാര്യം, ഈ പറയുന്നത് ഇതുപോലെ 50% മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ 90% ആയിരിക്കും കട്ട് ഓഫ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അപ്രതീക്ഷിതമായി നിരവധി കുട്ടികൾ BSc നഴ്സിംഗിനും ഒക്കെ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഏകദേശം 95-96% ഒക്കെ ആയിരുന്നു കട്ട് ഓഫ് മാർക്കുകളായിട്ട് പരിഗണിക്കപ്പെടും. കാരണം ഒരു 96%-ന് മുകളിലുള്ള കുട്ടികൾക്കായിരുന്നു ഒരു മികച്ച കോളേജ്, അത്യാവശ്യം തിരക്കേടില്ലാത്ത കോളേജുകളൊക്കെ ലഭിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, പല രീതിയിലുള്ള, പല റേഞ്ചിലുള്ള, പല ഗ്രേഡിലുള്ള കോളേജുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് ഏത് കോളേജാണ് ചേരാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് റിസർവേഷൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അസോസിയേഷൻ വഴി അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.